ശ്രീ ഫാബിയൻ ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടി ചേരുന്നു. ശ്രീ ഫാബിയൻ, പാകിസ്ഥാൻ പാർലമെന്റിലാണ് ഇമ്രാൻഖാൻ വ്യക്തമാക്കിയത് അഭിനന്ദനെ നാളെ മോചിപ്പിക്കുമെന്ന്. ഈ ഒരു നീക്കത്തെ നയതന്ത്രപരമായി താങ്കൾ എങ്ങനെ കാണുന്നു? നമ്മൾ തീർച്ചയായിട്ടും ഇത് വെൽക്കം ചെയ്യണം. അത് കാരണം അദ്ദേഹം നേരത്തെ ഇമ്രാൻഖാൻ പറഞ്ഞു ലെറ്റ് us സ്റ്റോപ്പ് പീസ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഫോളോ അപ്പ് ആക്ഷനായിട്ട് ചെയ്തതാണ്. ഇത് വെൽക്കം ചെയ്യണം. തീർച്ചയായിട്ടും ഇതിന്റെ അർത്ഥം പാകിസ്ഥാൻ ഇനി ഒരിക്കലും അവരുടെ മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരായിട്ട് ടെററിസ്റ്റ് ആക്ടിവിറ്റി ഉണ്ടാവില്ല എന്നുള്ള അതല്ല അതിന്റെ അർത്ഥം. പക്ഷെ ഇതൊരു നല്ല സ്റ്റെപ്പാണ്. അത് നമ്മളിത് വെൽക്കം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് പാർലമെന്റിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുമായി ഇനിയും ഫോണിൽ ബന്ധപ്പെടും എന്നും ഒരു വാക്ക് പറയുകയുണ്ടായി. കാര്യങ്ങൾ ഒരു വലിയ ആശങ്കയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇത്തരം വാക്കുകൾ, ഇത്തരം നീക്കങ്ങൾ അനുനയത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ശാന്തതയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ടോ താങ്കളെ പോലെ നയതന്ത്രം പഠിച്ചവർക്ക്? തീർച്ചയായിട്ടും ഇമ്രാൻഖാന്റെ സ്റ്റെപ്സ് വളരെ എന്താ പറയുക, നമ്മൾ വെൽക്കം ചെയ്യണം. നല്ല സ്റ്റെപ്സ് ആണത്. നമ്മൾ അതേ 2 സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പെങ്കിലും എടുക്കണം. ശ്രീ ഫാബിയാൻ, ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ ആകണം അല്ലെങ്കിൽ എങ്ങനെ ആകും ഇന്ത്യ പാക് ബന്ധം? എന്താകും ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ജീവിതത്തിൽ നമ്മൾ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വിഷമമാണ്. കാശ്മീർ പ്രശ്നം ശരിക്കും അതിന് 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം, 2 കാശ്മീരിലുള്ള പ്രശ്നം. ആ കാശ്മീരിലുള്ള പ്രശ്നം അത് നമ്മുടെ സർക്കാരിനും നമ്മുടെ സിവിൽ സൊസൈറ്റിക്ക് അത് എന്താ പറയുക പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ കാര്യമായിട്ടുള്ള നടപടിയൊന്നും എടുത്തിട്ടുമില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് കാശ്മീരിലുള്ള പ്രശ്നം അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരല്ല ആ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് നമുക്ക് എന്താ പറയുക ഇപ്പോഴുള്ള സംഘർഷാവസ്ഥയ്ക്ക് ഒരു എൻഡ് കാണിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. നന്ദി ശ്രീ ഫാബിയാൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്.